ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തീപ്പൊരി മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഒരു വലിയ മത്തിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി മാറ്റി വെച്ചു ഞാൻ. അപ്പോൾ എല്ലാവർക്കും മത്തി ആയിരിക്കില്ല മീനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്കും ഇവിടെ മത്തിയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ വെച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മൺചട്ടി വെച്ച് അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിക്കുകയാണ്. ഉലുവ എന്ന് പറയുമ്പോൾ കുറച്ചധികം ഉലുവ ഇടണം. അപ്പോൾ മീൻകറീൻ്റെ യഥാർത്ഥമുള്ള ടേസ്റ്റ് വരണമെങ്കിൽ ഉലുവയാണ് ഇടേണ്ടത്. പിന്നെ ഒരു 10ഓളം വെളുത്തുള്ളിയും ഒരു വലിയ സവാളേൻ്റെ പകുതിയും ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം മൂത്ത് വരണം. അതിൻ്റെ ഒരു പച്ചക്കുത്തെല്ലാം മാറണം. അങ്ങനെ പച്ചക്കുത്തെല്ലാം മാറിയതിന് ശേഷം നമ്മൾ എടുക്കുന്നത് 4 തക്കാളിയാണ് എടുക്കുന്നത്. 4 തക്കാളിയും 2 പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ 4 തക്കാളി ഇട്ടാലേ നമ്മൾ മീൻകറിയിൽ നല്ല ഒരു കൊഴുപ്പ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ഇടുന്നത്. അത് മാത്രമല്ല, കൊഴുപ്പിന് മാത്രമല്ല തക്കാളി ഇടുന്നത്. നമ്മൾ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരുപാട് പുളി ഇടുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് തക്കാളി ഇടുമ്പോഴാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉപ്പ് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റേജിൽ ഉപ്പ് ഇടുമ്പോൾ ആ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളത് നന്നായിട്ട് മൂടി വെച്ച് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ മൂടി തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ഈ ഒരു പരുവത്തിലായി കിട്ടുമ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇടാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടണം. ഇനി ഇതെല്ലാം വഴന്ന് കിട്ടുന്ന സമയത്തേക്കും നമ്മൾ എന്താക്കണം, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം അലിയിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ള നമ്മൾ മീൻ കറിക്ക് അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം അത് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. എനിക്ക് ഇവിടെ എനിക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ടുള്ള മീൻകറി എനിക്കിഷ്ടമല്ല. അപ്പോൾ കുറച്ച് കുറുകിയ മീൻകറിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇനിയും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ സമയമാകുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം വെട്ടി തിളയ്ക്കണം കേട്ടോ. ഈ മസാലയൊക്കെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ വലിയ മത്തി ആയതുകൊണ്ട് ഞാൻ എന്താക്കി 2 പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ അധികം ഈ തവി വെച്ചിട്ട് ഇളക്കാൻ പാടില്ല. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് പിന്നെ നമ്മൾ അത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ മത്തീൻ്റെ വേവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അധിക സമയം വേവേണ്ട ആവശ്യമില്ല ഈ മത്തി. അപ്പോൾ ഒന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് സിമ്മാക്കുമ്പോഴത്തേക്കും നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഞാൻ ഒരുപാട് തക്കാളി ഇട്ടതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ മീൻ മുളകിട്ടത് വലിയ വെള്ളം പോലെ അല്ലാതെ കുറുകിയിട്ടാണ് ഉള്ളത്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.